ഞാൻ തന്ന സമയം കഴിഞ്ഞുപോയി. പ്രതിയെ തൊണ്ടി മുതൽ സഹിതം ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇതൊരു കുടുംബമായതുകൊണ്ട് പ്രതി സ്വയം കീഴടങ്ങി മാപ്പ് പറയുന്നതാണ് നല്ലത്. ആന്റി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഒരു മാപ്പും കൊടുക്കൂല. മാഡം ആരാണ് പ്രതി? മാഡം സാധാരണ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണ് ആഭരണങ്ങളോട് ഭ്രമം. കണ്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് തന്നെ ആയിരിക്കും. എടേ കേറി സംസാരിച്ചാലുണ്ടല്ലോ പോലീസ് മുറയിൽ ഒരെണ്ണം വച്ചു തരും ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്കാണ് ആഭരണങ്ങളോട് ഭ്രമമെങ്കിലും ഇവിടെ പ്രതി പിങ്കി അല്ല. അയ്യോ, അപ്പൊ പിന്നെ ആര്? പിന്നെ ആരെന്ന് ചോദിച്ചാൽ ഇവിടെ അല്ല, പിന്നെ ആരാണ്? പിന്നെ ആരെന്ന് ചോദിച്ചാ ഈ സ്ത്രീകളോട് കൂടുതൽ ഇടപഴകുന്ന ചില ആണുങ്ങളും ആവാം. നീ എന്നെ നോക്കുന്ന എന്തിനാ? ഞാൻ അത്രക്കാരനൊന്നും അല്ല. ഞാനൊരു സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ. മിസ്റ്റർ രവി, നിങ്ങൾക്ക് സ്ത്രീകളെ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര കഴിവാണല്ലേ? അതെ. അയ്യോ, അങ്ങനെയല്ല. എനിക്ക് സത്യത്തിൽ സ്ത്രീകളോട് ബഹുമാനമാണ് മാഡം. സത്യമായിട്ടും. അല്ല, ഈ മണിക്കുട്ടി അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ത്രീകളോട് ആത്മബന്ധം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. മണിക്കുട്ടി മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. സുമലത എന്റെ ഓഫീസിലെ സ്റ്റാഫാണ്. പാവം കുട്ടിയാണ്. ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിലാണ്. ആണോ? പാവമാണ്. അപ്പൊ ഈ പാവം സുമലതയ്ക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു മോതിരം സമ്മാനിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ? അയ്യോ, എങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ കൊടുത്താണ്. മക്കളെ ഞാൻ അറിഞ്ഞില്ല. മാഡം സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അല്ല. അയ്യോ, അല്ലല്ല, ഇത് രണ്ടിലൊന്ന്. അതെ, ഞാനൊരു സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. മണിക്കുട്ടൻ, അത് മാമനങ്ങനെ സ്ത്രീകളോട് അത്ര വലിയ ബന്ധമൊന്നും ഇല്ല. ക്രോണിക് ബാച്ചിലറാ. പിങ്കി നീ മിണ്ടാരി, ഇല്ലെങ്കിൽ ഉള്ള കേസ് മൊത്തം നിന്റെ തലയിലെടുത്ത് വച്ചിരും ഞാൻ. മിസ്റ്റർ മണിക്കുട്ടൻ, നിങ്ങൾക്ക് അടുത്ത ബന്ധമുള്ള ആത്മബന്ധമുള്ള ഒരു സ്ത്രീയുടെ കൈവശമാണ് ആ മോതിരം ഇപ്പൊ ഉള്ളത്. അങ്ങോട്ട് പോകണം. നിന്റെ ഫോണിങ്ങിട്. എന്റെ ഫോണോ? പിന്നെ എന്റെയാ? എടാ ഫോൺ ചേച്ചി. നിന്റെ ഫോണിങ് എടുക്കാൻ എന്തിന് വച്ചേരും ഞാൻ. ഇനി ഞാൻ വളച്ചു കെട്ടില്ലാത്ത കാര്യം പറയാം. ഇന്നത്തെ ഇവിടുത്തെ പ്രതി എന്ന് പറയുന്നത് രാമനാ? ഞാനൊന്നുമല്ല അണ്ണാ, ചുമ്മാ. അണ്ണ എന്തിന് അണ്ണാ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്? അണ്ണ പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ ഞാൻ കള്ളനെ. തൊണ്ടി മുതലാണ് എന്റെ കയ്യിലുള്ളത്. അതെന്റെ ഫോണല്ലേ? നിങ്ങൾ നോക്ക്. എന്താണ് മോഷണം തുടങ്ങിയ? ഇതാണോ റിങ്കി നിന്റെ മോതിരം? ഇതെന്റെ മോതിരം. ആ, കണ്ടോ കണ്ടോ കണ്ടല്ലോ. നീ ഇവിടെ നിക്ക്. എടി, ഇത് ഞാൻ എന്റെ ഭാര്യക്ക് വെച്ചു കൊടുത്ത മോതിരം. ഇത് എന്റെ മോതിരമാണ്. ഞാൻ ഇത് കാട്ടാക്കട കടയിൽ നിന്ന് വാങ്ങിച്ചത്. നിക്ക് നിക്ക് പിങ്കി, അവന്റെ ഭാര്യനെ വിളി. ലൗഡ് സ്പീക്കറിലിട്. അതിന് അവളെ ഭാര്യയെന്ന് വിളിക്കണ്ട. അയ്യോ, മോതിരം മോതിരം അറിയട്ടെ. നിക്ക് നിക്ക്, നീ അങ്ങനെ മുങ്ങിയാലോ? ലൗഡ് സ്പീക്കറിലിട്. ലൗഡ് സ്പീക്കറിലിട്. ഹലോ സ്പീക്കറുണ്ട്. അപ്പച്ചി. അപ്പച്ചി, ഞാനേ രാമങ്ങളുടെ മൊബൈലിനകത്ത് അപ്പച്ചിയുടെ ഒരു ചുമന്ന കളർ ഒരു ഉടുപ്പിട്ട ഒരു ഫോട്ടോ ഉണ്ടേ. അതിനകത്ത് അപ്പച്ചി കയ്യിലൊരു മോതിരം ഇട്ടിട്ടില്ലേ? ഒരു പുതിയ മോതിരം. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ മോതിരം അതപ്പച്ചി എവിടെ വെച്ചിട്ടെന്ന്? അവിടെ വെച്ച് എപ്പോ? വാങ്ങിക്കാനൊന്നും പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഗോൾഡ് വാങ്ങി തന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. കൊള്ളാമോ? നല്ല മോതിരം, നല്ല മോതിരം അപ്പച്ചി. ശരി, വയ്ക്കണേ. ഇത് ചോദിക്കാൻ വിളിച്ചതാ? ചുമ്മാ വെറുതെ വിളിച്ചേ. ശരി ശരി, വയ്ക്കണേ. ശരി മക്കളെ. അപ്പൊ നിനക്ക് മോഷണം ഉണ്ടല്ലേടാ? അയ്യ അണ്ണ, ഇത് മോഷണമൊന്നുമല്ല. ഇത് ഞാൻ മോളത്തെ മുറിയിൽ സംസാരിച്ചിരുന്നപ്പോ അവിടെ കട്ടിലിന്റെ പുറത്ത് ഇപ്പുറത്ത് ഷെൽഫിൽ ഒരു മോതിരം ഇരുന്നു. അത് സ്വർണ്ണം നല്ലതുകൊണ്ട് ഞാൻ അടുത്ത് അവളെ കൈയിട്ട് കൊടുത്തു. ഇതാ എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെയാടാ പറയുന്നത്. ഒരു കള്ളനും മോഷണം വന്നതെന്ന് നോക്കിട്ടില്ല. പണി നിനക്ക് തരാനൊന്നും പറ്റൊന്നുമില്ല. അത് ഞാൻ എന്റെ കല്യാണ മോതിരമായിട്ട് കണ്ടത് ഇട്ടുപോയി. ശരി, എന്നാ എനിക്ക് അതിന്റെ കാശ് താ. കാശ് ഞാൻ തന്നേക്കാം. അത് ന്യായം. കാശോട്. കാശ് കാശോട്.
ആ എന്റെ ദിറംസേ ഉള്ളു. അണ്ണ കൊടു. എന്റെ കുഞ്ഞളിയ കുറെ കാലമായിട്ട് ദിറംസേ ഉള്ളു എന്ന് പറഞ്ഞോണ്ട് ഞങ്ങളെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ദിറംസ് എടുക്ക്, ഞാൻ മാറിത്തരാം കാശ് ബാങ്കിൽ പോയിട്ട്. അണ്ണന്മാരെ ശരിയാവൂല. കാശെടു. അപ്പൊ ബാക്കി പൈസ എന്തിരി? ബാക്കി പൈസ നിനക്ക് തിരിച്ചു തരാം. ദിറവ് എടുക്കട്ടാ, ദിറവിട്. ദിറ ഇപ്പൊ ഇല്ല, അത് പേഴ്സ് ഇരിക്കും. എന്നാ കാശ് കൊടു, വേറെ കാശ് കൊടു. അണ്ണ എന്തിനു കൊടു? ഞാൻ കൊടുക്കത്തില്ല നിനക്ക്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.